അപ്പോൾ ആൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും വന്നു. എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് മുന്നേ ആൾ മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ഡോക്ടർമാർ എന്തെങ്കിലും ഹെപ്പറ്റൈറ്റിസ്, അതായത് ഇൻഫെക്ഷൻ കൊണ്ടാണോ അങ്ങനത്തെ എല്ലാം നോക്കി, ഡെങ്കി ഫീവർ, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വെച്ചാൽ എലിപ്പനി, എല്ലാ ടെസ്റ്റുകളെല്ലാം നോക്കി. അതെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ പിന്നെയുള്ള സംശയം പോയ്സണിങ് ആണ്. ഡോക്ടർമാരും ഈ വീട്ടുകാരും ഒക്കെ ഇവന് ബോധമുള്ളപ്പോഴൊക്കെ ചോദിക്കുകയാണ്, എന്തെങ്കിലും കഴിച്ചോ. അപ്പോഴൊക്കെ ആ മനുഷ്യൻ പറയാണ്, ആ കുട്ടി പറയണം, കുട്ടി എന്ന് പറയാൻ പറ്റില്ല, 20 വയസ്സൊക്കെ ഉള്ളൂ. ആ പയ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആത്മഹത്യയാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. നമ്മളെപ്പോലെ കൂട്ടുകാരോട് വർത്താനം പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന, വീട്ടിൽ സന്തോഷമായിട്ടിരുന്ന ഒരാൾ ഇന്ന് നമ്മുടെ മുന്നിൽ ജീവനില്ലാതെ കിടക്കുക. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുന്ന ഒരു സത്യാന്വേഷണമാണ് പോസ്റ്റ്മോർട്ടം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ശ്രുതി. എൻ്റെ കഥ എന്ന് പറയുമ്പോൾ അതിന് നീ ആരാന്ന് ചോദിക്കും. പറഞ്ഞ പോലെ ഞാൻ ആരുമല്ല. പക്ഷേ എൻ്റെ കഥ എൻ്റെ മാത്രം കഥയല്ല. ഞാൻ കുറേ അധികം ആളുകളുടെ കഥയാണ് പറയാൻ പോകുന്നത്. അവരെന്ന് പറഞ്ഞാൽ എൻ്റെ കഥ ആരെങ്കിലും ഒന്ന് അറിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ച ഒരുപാട് പേരാണ്. മരിച്ച ആളുകളുടെ കഥ. ഞാനൊരു ഫോറൻസിക് സർജനാണ്. എൻ്റെ ജനനം പാലക്കാട് ദേവി നഴ്സിംഗ് ഹോമിലായിരുന്നു. അച്ഛൻ LICയിൽ ജോലിയായിരുന്നു. അച്ഛന് പല സമയങ്ങളിൽ പല സ്ഥലത്തായി ട്രാൻസ്ഫറൊക്കെ ആയിരുന്നു. അപ്പോൾ അധികവും അമ്മയും ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഒരു ചേച്ചി എല്ലാവരും എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പ്യുവർ സയൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഫിസിക്സ് പഠിച്ച ആളാണ്. BSc ഫിസിക്സ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ, കഴിഞ്ഞ് MSc ഫിസിക്സ് NIT ട്രിച്ചിയിൽ, പിന്നെ PhD ഒക്കെ ചെയ്തു. ഇപ്പോൾ ദുബായിൽ ആൾ സെറ്റിൽഡാണ്, വർക്ക് ചെയ്യുന്നു. ഞാൻ അതേസമയം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഡോക്ടർ ആവണം എന്നുള്ള ഒറ്റ മനസ്സിലായിരുന്നു. പക്ഷേ അപ്പോഴും അച്ഛനും അമ്മയും പറഞ്ഞു, അത് ചിലപ്പോൾ ജീവിതത്തിലേക്ക് ചിലപ്പോൾ പേഴ്സണൽ ലൈഫിനൊക്കെ നല്ലതായിക്കൊള്ളണമെന്നില്ല, പുറമേ കാണുന്ന ഗ്ലാമർ മാത്രമല്ല ഡോക്ടർ ജീവിതം എന്ന് അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാനതിൽ തന്നെ ഉറച്ചു നിന്നു. അവർ എൻ്റെ കൂടെ നിന്നു. സ്കൂള് MES ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂള് ഒലവക്കോട്. എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീടും. സ്കൂളെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം മാത്രമല്ല, ജീവിത പങ്കാളിയും കണ്ടെത്തിയ സ്കൂളിൽ തന്നെയാണ്. 9ലും 10ലും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ശ്യാം ഗോപാൽ, ശ്രുതി കെയർ, അടുത്തടുത്ത റോൾ നമ്പേഴ്സ് ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ വളരെ രഹസ്യമായിട്ടുള്ളൊരു പ്രണയമായിരുന്നു. ആർക്കും അറിഞ്ഞുകൂടാ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഷനൂബിയ, പിന്നെ ആളുടെ 1-2 ഫ്രണ്ട്സിന് മാത്രം അറിയാം. ഒരുപക്ഷെ ഈ കടലാസിലൊക്കെ പ്രണയലേഖനം എഴുതി പുസ്തകത്തിൽ വെച്ച് കൈമാറിയിരുന്ന അവസാനത്തെ തലമുറയും കൂടെ ആയിരിക്കും ചിലപ്പോൾ ഞങ്ങൾ, 90s കിഡ്സ്. അതിനുശേഷം +1 +2 അവിടെ ഗവൺമെൻറ് മോഡൽ മോയൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെയാണ് പഠിച്ചത്. അത് അവിടെ എന്ന് വെച്ചാൽ മെറിറ്റിൽ ഒക്കെ നമ്മൾ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയി വിചാരിക്കുന്ന ഒരു സ്കൂളാണ്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന 2ാമത്തെ സ്കൂളായിട്ട് ഉള്ളൊരു ഖ്യാതിയുള്ള സ്കൂളാണ്. എപ്പോഴും അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ഷനൂബിയ ഉണ്ട്. ആള് കമ്പ്യൂട്ടർ സയൻസാണ്. മലയാളം ക്ലാസ്സുകളിൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. അപ്പോൾ ശ്രീധരൻ മാഷ്, ഞങ്ങൾ മലയാളം ക്ലാസ്സുകൾ വളരെ ലൈവ്ലി ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന, കാരണം എഴുത്ത് വായനയൊക്കെ അന്നും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു സംഭവം ഓർമ്മയുള്ളത്, സാറിങ്ങനെ കുറേ വിവർത്തനത്തിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ സാറ് പറഞ്ഞു, ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരു ഇത് പറഞ്ഞു, വിവർത്തനം, ഒരു ഇംഗ്ലീഷിലൊരു കവിത, അന ഐ ആം ബ്ലാക്ക്, യു ആർ വൈറ്റ്, ബട്ട് ബോത്ത് ആർ ഷാഡോസ് ആർ ബ്ലാക്ക്. ഇതിപ്പോൾ നമ്മൾ മലയാളത്തിലാക്കുമ്പോൾ എങ്ങനെയാണ്, അന്ന ഞാൻ കറുത്തിട്ടാണ് നീ വെളുത്തിട്ടാണ്, അങ്ങനെ ആവില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നിമിഷകവിത പോലെ ഒരു നിമിഷവർത്തനം ചെയ്തു പെട്ടെന്ന്. അപ്പോൾ സാറ് പറഞ്ഞേ, അത് പറ അതൊന്ന് ഉറക്കെ പറഞ്ഞേന്ന് പറഞ്ഞു. അന്നേ, ഞാൻ കറുപ്പാണെങ്കിലും അന്നേ, നീ വെളുപ്പാണെങ്കിലും പൊന്നെ, നിഴലുകൾ നമ്മുടേത് രണ്ടും കറുകറുത്തിരിക്കുന്നല്ലോ പെണ്ണെ എന്നൊരു വിവർത്തനം ചെയ്തു. അപ്പോൾ അങ്ങനെ അന്ന് ഒരു +1 മുന്നേ ഒരു നോവലൊക്കെ എഴുതി. പക്ഷെ അത് പബ്ലിഷ് ചെയ്യൊന്നുമില്ല. അങ്ങനെ എഴുത്ത് അപ്പോൾ കയ്യിലുണ്ട്. പിന്നെ MBBSന് ജോയിൻ ചെയ്തു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ. അപ്പോഴും വല്ലപ്പോഴൊക്കെ ഒരു എഴുത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത് പിന്നെ അങ്ങോട്ട് മുറിഞ്ഞു പോയി. പിന്നെ എഴുത്ത് തുടങ്ങുന്നത് PG കാലത്താണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ MBBS കഴിഞ്ഞിട്ട് ഉടനെ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് പോവാതെ ചെറിയൊരു ബ്രേക്ക് എടുക്കണം എന്ന് എനിക്ക് തോന്നി. പക്ഷെ അതൊരു എളുപ്പമുള്ള തീരുമാനമല്ല. കാരണം നമ്മൾ എല്ലാവരും പോകുന്ന ഒഴുക്കിൻ്റെ കൂടെ പോകുന്ന എപ്പോഴും എളുപ്പമാണ്. പക്ഷെ ആ ഒഴുക്കിലൊന്നും ഒഴുകാതെ എനിക്കിപ്പോൾ ഒന്ന് നിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഉൾക്കിടലും വരും നമുക്ക്. പിന്നെ മാത്രമല്ല ചുറ്റുള്ളവരും പേടിപ്പിക്കും, അതെന്താ നീ ഇപ്പം എൻട്രൻസ് പഠിക്കുന്നില്ലേ, നീ എന്തോ ഉഴപ്പാണോ, ഇപ്പോൾ വിട്ടുപോയാൽ സമയം പോവില്ലേ, അപ്പോൾ നമ്മുടെ എന്താ പറയുക ടച്ച് വിട്ടു പോവില്ലേ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും, നമുക്കും വരും. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മളങ്ങനെ എല്ലാവരും പോകുന്നുള്ള പോകേണ്ട കാര്യമില്ല, നമുക്ക് സ്വന്തമായൊരു ടൈം ലൈനിൽ പിടിക്കാം എന്നുള്ളതിൽ ഒരു ചെറിയ ബ്രേക്ക്. എന്നാൽ 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ചെയ്തു, ഇനി പഠിക്കാം. അപ്പോൾ തന്നെ ക്രാഷ് കോഴ്സിന് പോയി ജോയിൻ ചെയ്തു. 6 മാസം പഠിച്ചു. എനിക്ക് വേണ്ടത് എന്ന് വിചാരിച്ച് സാധനം കിട്ടുകയും ചെയ്തു. എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ച സാധനം എന്ന് പറഞ്ഞാൽ അത്രയും കാലം ഞാൻ അതായത് ഒരു 10ാം ക്ലാസ് 11ാം ക്ലാസ് ആകുമ്പോൾ തന്നെ ഞാൻ ഡോക്ടർ എന്നുള്ളതും വിട്ടിട്ട് സർജൻ ആവണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവരോടും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. MBBS പഠിക്കുമ്പോഴും ഒക്കെ സർജൻ ആവണം, അത് ശീലമായിപ്പോയി സർജറി. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്തത് ഫോറൻസിക്കിനാണ്. അപ്പോൾ അത് എവിടെ വെച്ചിട്ട് ഈ ട്വിസ്റ്റ് സംഭവിച്ചു എന്ന് വെച്ചാൽ, അതൊരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമം, അത് കാരണമാണ് ആ വഴി മാറ്റം സംഭവിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. എന്തായാലും അങ്ങനെ ഞാൻ 6 മാസത്തെ ക്രാഷ് കോഴ്സ് കൊണ്ട് തന്നെ എനിക്ക് വേണ്ട റാങ്ക് കിട്ടി. വേണ്ട കോഴ്സായിട്ടുള്ള ഫോറൻസിക് മെഡിസിനിലേക്ക് ചെന്ന് ജോയിൻ ചെയ്തു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് ജോയിൻ ചെയ്തു. അതൊരു സ്വർഗരാജ്യമായിരുന്നു സത്യം പറഞ്ഞാൽ. അത് എന്തുകൊണ്ടൊരു സ്വർഗരാജ്യം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, അത് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, സാധാരണഗതിയിൽ ഒരു മെഡിക്കൽ PG പഠനം എന്ന് പറയുന്നത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കഷ്ടകാലം, ഒരു ദുരിതകാലമാണ്. അത് അതിൻ്റെ പഠനത്തിൻ്റെ ബുദ്ധിമുട്ട്, സിലബസ്, പിന്നെ തിസീസ് വർക്കുകൾ, അതിൻ്റെ ഒപ്പം ജോലിഭാരം, കഠിനമായ ജോലിഭാരം, ഇതൊന്നും കൂടാതെ പല ആളുകളെയും പലരുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന, അവരെ ആത്മഹത്യയുടെ വക്കിൽ വരെ കൊണ്ടെത്തിക്കുന്ന പലരെയും നിഷ്കരണം അതിലേക്ക് തള്ളിയിടുന്ന ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഈ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഒരു തരം ഹയറാർക്കിയാണ്. അതായത് ഈ ചാതുർവർണ്ണയത്തിനേക്കാളും കാസ്റ്റ് സിസ്റ്റത്തിനെക്കാട്ടിലും ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ഉച്ചനീചത്വമാണത്. ഈ നമ്മുടെ സീനിയേഴ്സ് നമ്മളോട് ഇത് ചെയ്തു, അപ്പോൾ നമ്മൾ നമ്മുടെ ജൂനിയേഴ്സിനോട് ഇത് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഇത് കൂടുതൽ ചെയ്യുന്നുള്ള, അല്ലെങ്കിൽ സീനിയേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റി ആണെങ്കിലും അങ്ങനെയുള്ള ഒരു ടോക്സിക് എൻവയോൺമെൻറ്റ്, അതാണ് പലരെയും അങ്ങനെ ഒരു കടുത്ത തീരുമാനങ്ങളിലേക്ക് വരെ കൊണ്ട് എത്തിക്കുന്നത്. പക്ഷെ ഞാൻ ചെന്ന് കയറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ, അവിടെ സീനിയേഴ്സ് ആണെങ്കിലും, എൻ്റെ സീനിയേഴ്സ് തങ്കക്കട്ടികളായിരുന്നു. അവർ നമ്മളെ സ്വന്തം ചേച്ചിമാരെയും ചേട്ടന്മാരെ പോലെ നമ്മുടെ കൈവെള്ളയെ കൊണ്ട് നടക്കും, നമ്മളെ കൈ പിടിച്ച് പഠിപ്പിക്കും. എല്ലാവരും ഒരേപോലെയാണ് അവിടെ. അങ്ങനെ ഒരു ഹയറാർക്കിയുടെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് സീനിയേഴ്സ്. അതേപോലെ ഒരു നല്ല സീനിയർ ആവണം എൻ്റെ ജൂനിയേഴ്സിനും തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതിന് വേണ്ടി ശ്രമിച്ചതും. അവർക്ക് അങ്ങനെ തോന്നിയുള്ളത് അവർ പറയണം. എന്തായാലും അതേപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും അതെ. ഇപ്പോൾ എത്ര സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റി, പ്രൊഫസർ കേസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ പോയി നിന്ന് കാണുകയാണെങ്കിലും നമുക്കതിൽ സംശയം ചോദിക്കാന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നമുക്കതിൽ അഭിപ്രായം പറയാം. എനിക്ക് അറിഞ്ഞൂടെ ഏതെങ്കിലും ഒരു രംഗത്ത് അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്ന്. നമുക്കതിൽ സജഷൻസ് പറയാം. സാർ ഇതിങ്ങനെയാണെങ്കിലോ, ഇങ്ങനെ ആയാലോ, നമുക്കിത് ചെയ്താലോ എന്നൊക്കെ അഭിപ്രായം പറയാം. അതവരെടുക്കും. അവർ നീ എൻ്റെ കേസിൽ അഭിപ്രായം പറയാനായോ എന്നുള്ള ഒരു ഈഗോ പ്രശ്നങ്ങൾ അവിടെ എൻ്റെ ഒരു ടീച്ചേഴ്സിനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല ടീച്ചേഴ്സിൻ്റെ കൂടെ പഠിക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അതാണ് അതിനെ സ്വർഗരാജ്യമാക്കിയത്. അപ്പോൾ അത്രയും. പിന്നെ ഒരു മോർച്ചറി എന്ന് പറയുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഫോറൻസിക് ഡോക്ടർ എന്ന് പറയുമ്പോൾ ഉടനെ അയ്യോ അപ്പം മോർച്ചറിയിലൊക്കെ നിൽക്കുമ്പോൾ പേടി തോന്നുമോ, ഒരു ചോദ്യം. പിന്നെ മോർച്ചറിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറപ്പ് വരുമോ, അങ്ങനെ ഒരു ചോദ്യം. പക്ഷെ ആരും അധികം ചോദിക്കാത്തൊരു ചോദ്യം സങ്കടം വരുമോ എന്നുള്ളതാണ്. അതാണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രസക്തമായ ചോദ്യം. പക്ഷെ നമുക്കതിനെക്കുറിച്ചൊക്കെ വരാം. അപ്പോൾ ആദ്യം പേടി തോന്നുള്ള ചോദ്യം ഒരിക്കലും ഇല്ല. കാരണം മോർച്ചറി എന്ന് പറയുന്നത് നിങ്ങളുടെ മനുഷ്യരുടെ സങ്കല്പത്തിലുള്ള പോലെ ഇങ്ങനെ നിഗൂഢമായ അതുപോലെയൊക്കെ സംഘം പോലെയുള്ള അങ്ങനെ ഒരു ഇരുണ്ട മുറി അങ്ങനെ ഒന്നുമല്ല. നല്ല പോലെ വെളിച്ചം, കാറ്റും വെളിച്ചമുള്ള ഒരു മുറി. അവിടെ ആൾക്കാരെന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, അസിസ്റ്റൻസ്, PG സ്റ്റുഡൻസ് ഉണ്ട്, PG വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ, MBBS വിദ്യാർത്ഥികൾ, ഹൗസ് സർജന്മാരുണ്ടെങ്കിൽ അവർ, ഇവരൊക്കെയുള്ള, വേറെ ആരും പുറമേ നിന്നുള്ള ആരും അവിടെ ഉണ്ടാവില്ല. ഇത്ര ആൾക്കാരുള്ള, നല്ലപോലെ കാറ്റും വെളിച്ചമുള്ള, ഇങ്ങനെ കേസുകളെക്കുറിച്ച് വളരെ ലൈവ്ലി ഡിസ്കഷൻസ് നടക്കുന്ന, വളരെ എന്താ പറയുക ബബിൾ ചെയ്യുന്നൊരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മോർച്ചറി വാസ് മൈ ഹാപ്പി പ്ലേസ്. അതെങ്ങനെ ആൾക്കാർ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മോർച്ചറി എങ്ങനെ ഹാപ്പി പ്ലേസ് ആവും എന്നുള്ളത്, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മോർച്ചറി ഒരു ഹാപ്പി പ്ലേസ് ആവുമെന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല, എൻ്റെ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാൽ, മനസ്സ് ഭയങ്കര കലുഷമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ, ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭത്തിലും ചിലപ്പോൾ ഒരു കേസ് ചെയ്യാൻ പോകുമ്പോൾ മനസ്സിങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ ഒരു പോസ്റ്റ്മോർട്ടം കേസ് തുടങ്ങി, കേസ് ചെയ്തു, കേസ് അവസാനിക്കുന്നൊരു സമയം കൊണ്ട് മനസ്സ് വളരെ ചിലപ്പോൾ ഒരു എലേറ്റഡ് മൂഡിലേക്ക് പോയിട്ടുണ്ടാവും, വളരെ ശാന്തമായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തന്നെ അത് പലപ്പോഴും സംശയം തോന്നുന്നത് ഇതെന്താണ്. പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഒരു ആൾക്കാർ ചെയ്തതിന് ഒരു ശരീരം വെട്ടിക്കീറുന്നതിൽ നിങ്ങളെങ്ങനെ സന്തോഷിക്കുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ശരീരം വെട്ടിക്കീറലല്ല, അത് അതിൻ്റെ ഉപരിപ്ലവമായ കാര്യം മാത്രമാണ്. പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ, നമ്മളെപ്പോലെ ഇന്നലെ വരെ ഈ ഭൂമിയിലൂടെ നടന്നുകൊണ്ടിരുന്ന ഒരാൾ, നമ്മളെപ്പോലെ കൂട്ടുകാരോട് വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾ, വീട്ടിൽ സന്തോഷമായിട്ടിരുന്ന ഒരാൾ ഇന്ന് നമ്മുടെ മുന്നിൽ ജീവനില്ലാതെ കിടക്കുകയാണ്. അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുന്നൊരു സത്യാന്വേഷണമാണ് പോസ്റ്റ്മോർട്ടം. അതൊരു ധ്യാനം പോലെയാണ്.
അത് നമ്മൾ സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന ഒരു സാധനയാണത്. അപ്പോൾ നമ്മൾ അതിലാണ് നമ്മുടെ മുഴുവൻ ശ്രദ്ധ. അപ്പോൾ നമ്മളെ മനസ്സ് കലുഷമായിരിക്കുമ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്കൊരു റിലീസ് കിട്ടുന്നു, അതുപോലെയാണ് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളോട് ഓരോ ശരീരവും പറയാൻ ശ്രമിക്കുകയാണ്. കാരണം അവർക്ക് വേണ്ടി ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ആരുടെ ആവശ്യമാണ് പോസ്റ്റ്മോർട്ടം? സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ്. സ്റ്റേറ്റിന് എന്താണ് ആവശ്യം? ഈ മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് അറിയണം. ഒരു അസ്വാഭാവിക മരണം നടക്കുമ്പോൾ സ്റ്റേറ്റിന് അറിയണം ഇയാൾക്കെതിരെ ഒരു നീതി നിഷേധം നടന്നിട്ടുണ്ടോ, ഇതിലൊരു കുറ്റകൃത്യമുണ്ടോ, ഇയാൾക്കെതിരെ ജസ്റ്റിസ് ഡിനൈ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇയാൾക്ക്. അതേ ഇനി അയാൾക്ക് കൊടുക്കാനുള്ളൂ. ഇയാൾ മരിച്ചു, ഇനി അയാൾക്കൊന്നും നമ്മൾ വേറൊന്നും ചെയ്യാനില്ല. ഇനി ചെയ്യാനുള്ളത് അയാൾക്ക് നീതിയാണ് കൊടുക്കാനുള്ളത്. ആ നീതി കൊടുക്കുന്ന വലിയ പ്രോസസ്സിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്ന ഈ പോസ്റ്റ്മോർട്ടം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അയാളോട് നമുക്കൊരു കടമയുണ്ട്. അയാളോട് നമുക്ക് എന്താ പറയുക, ഒരു അടുപ്പമുണ്ട് ആ മുന്നിൽ കിടക്കുന്ന ആളോട്. ഇപ്പോൾ കണ്ട ആളാണ്, പക്ഷേ അയാളോട് നമുക്കൊരു താതാത്മ്യം പ്രാപിക്കാൻ പറ്റും. അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന അവസാനത്തെ കർമ്മം, ചിലപ്പോൾ അയാളുടെ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ അയാൾക്ക് വേണ്ടി ചെയ്യാൻ പോകണം. ഇപ്പോൾ എൻ്റെ ഒരു രണ്ടാമത്തെ കേസ്, ഞാൻ ചെയ്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഒരു പയ്യൻ, പേര് പറയുന്നില്ല, ഒരു 20-21 വയസ്സുള്ളൂ. അവൻ അടുത്ത ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ വയറിളക്കം ഛർദിയൊക്കെ വന്നു. അത് കഴിഞ്ഞ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു, ശരിയായി, വീട്ടിൽ വന്നു. പക്ഷേ 2 ദിവസത്തിനുള്ള നില ഭയങ്കര ഗുരുതരമായി, ഭയങ്കര വഷളായി. അവർ മെഡിക്കൽ കോളേജിൽ വന്നു. അവിടുന്ന് ആൾക്ക് പെട്ടെന്ന് ഒരു ഫൾമിനൻ്റ് ഹെപ്പാറ്റിക് ഫെയിലിയർ എന്ന് പറയും, എന്നാൽ ലിവർ പെട്ടെന്ന് പ്രവർത്തനം നിലച്ചു. അത് ഫൾമിനൻ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗുരുതരമായ നിലയിലേക്ക് പോയി. അപ്പോൾ ആൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും വന്നു. എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതിന് മുന്നേ ആൾ മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ഡോക്ടർമാർ എന്തെങ്കിലും ഹെപ്പറ്റൈറ്റിസ്, അതായത് ഇൻഫെക്ഷൻ കൊണ്ടാണോ, അങ്ങനത്തെ എല്ലാം നോക്കി, ഡെങ്കി ഫീവർ, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് വെച്ചാൽ എലിപ്പനി, എല്ലാ ടെസ്റ്റുകളെല്ലാം നോക്കി. അതെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ പിന്നെയുള്ള സംശയം പോയ്സണിങ് ആണ്. എപ്പോഴും ലിവറിനെ അങ്ങനെ പെട്ടെന്ന് ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ പോയ്സൺ നമ്മൾ സംശയിക്കണം. പ്രത്യേകിച്ച് എലിവിഷമൊക്കെ ലിവറിനെ ബാധിക്കും, പെട്ടെന്ന് ബാധിക്കും. അപ്പോൾ ഡോക്ടർമാരും ഈ വീട്ടുകാരും ഒക്കെ ഇവന് ബോധമുള്ളപ്പോഴൊക്കെ ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കഴിച്ചോ. അപ്പോഴൊക്കെ ആ മനുഷ്യൻ പറയാണ്, ആ കുട്ടി പറയണം, കുട്ടി എന്ന് പറയാൻ പറ്റില്ല, 20 വയസ്സൊക്കെ ഉള്ളൂ. ആ പയ്യൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് ആത്മഹത്യയാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൻ പറയുന്നു. പക്ഷെ അവൻ മരിച്ചുപോയി. അപ്പോൾ ഇനി അവൻ്റെ ബോഡി, അവൻ്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അവൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ ലിവർ എടുത്ത് വെച്ചപ്പോൾ അതിലിങ്ങനെ ഒരു ചുരുങ്ങിയ പോലത്തെ ഒരു ലിവർ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പ്രൊഫസർ ഷീജു സാർ പറഞ്ഞു, ഈ ലിവർ കണ്ടിട്ട് ഒരു സുഖമില്ല, ഇതങ്ങനെ പോയ്സണിങ് അതും തോന്നുന്നില്ല, ഒന്നുകിൽ ജന്മനാ ഉള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ കുറേ കാലമായിട്ടുള്ള എന്തോ ഒരു അസുഖം. അപ്പോൾ അതിൽ നിന്ന് അന്വേഷണം തുടങ്ങുകയാണ്. ഒരു പോസ്റ്റ്മോർട്ടം ഒരിക്കലും ഒരു അവസാനമല്ല, അതൊരു തുടക്കമാണ്. ഈ ടേബിളിൽ നിന്ന് നമ്മൾ പല അന്വേഷണങ്ങളും ചിലപ്പോൾ തുടങ്ങുമായിരിക്കും. അപ്പോൾ അവിടുന്ന് അന്വേഷണം തുടങ്ങി. അപ്പോൾ നമ്മൾ കേസ് ഷീറ്റുകളൊക്കെ നോക്കി, ഇതിൽ നിന്ന് സാമ്പിളുകളെല്ലാം ടെസ്റ്റിനെല്ലാം അയച്ചു, അവസാനിപ്പിച്ചു. പക്ഷേ അവിടുന്ന് വീണ്ടും തുടങ്ങി കേസ് ഷീറ്റുകളെ നോക്കിയപ്പോൾ പല ടെസ്റ്റുകൾക്ക് അയച്ചിട്ടുണ്ട് ഈ കടന്ന ദിവസങ്ങളിൽ. പക്ഷെ അതിൻ്റെ ഒന്നും റിസൾട്ടുകൾ കിട്ടിയിട്ടില്ല. കാരണം ആൾ മരിച്ചു. അപ്പോൾ ആരും റിസൾട്ടുകൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ റിസൾട്ടുകളെല്ലാം കളക്ട് ചെയ്തപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാരണം കിട്ടി. ആൾക്ക് ശരീരത്തിൽ ചെമ്പ് അടിഞ്ഞുകൂടുന്ന വിൽസൺസ് ഡിസീസ് എന്ന് പറഞ്ഞ അസുഖമായിരുന്നു. അപ്പോൾ അത് അയാൾക്ക് കിട്ടിയ നീതിയാണ്. എല്ലാം ഒരു കൊലപാതകം തെളിയിക്കുന്ന മാത്രമല്ല നീതി. അയാൾ മരിക്കുന്ന വരെയും പറഞ്ഞു, ഞാനൊന്നും കഴിച്ചില്ല, ഞാൻ ആത്മഹത്യ ചെയ്തതല്ല. പക്ഷെ അത് തെളിയിക്കപ്പെട്ടില്ല. ഇപ്പോൾ അത് തെളിയിക്കപ്പെട്ടു. അയാൾ പോലും ആരും അറിയാത്ത ഒരു അസുഖം കൊണ്ട് സ്വാഭാവികമായിട്ട് അയാൾ മരിച്ചുപോയി. അത് അയാൾക്ക് കിട്ടിയ നീതിയാണ്. അയാൾക്ക് ഇനി അതേ കിട്ടാനുള്ളൂ. അപ്പോൾ അത് മനസ്സിലുള്ളത് കൊണ്ടാണ് ഇതൊരു എന്താ പറയുക, ഒരു സന്തോഷം തരുന്ന, അതൊരു സന്തോഷമല്ല, അതൊരു ഡീപ്പർ ലെവലിലുള്ളൊരു സന്തോഷമാണ്. സംതൃപ്തി തരുന്ന ഒരു പ്രോസസ്സായിട്ട് പോസ്റ്റ്മോർട്ടം മാറുന്നത്. അങ്ങനെയാണ് മോർച്ചറി ഒരു ഹാപ്പി പ്ലേസ് ആവുന്നത്. പിന്നെ ഏറ്റവും പഠനവുമായി ബന്ധപ്പെട്ട സയൻറ്റിഫിക്കായ ഡിസ്കഷൻസും നടക്കുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി. അതാണ് ഞാൻ പറഞ്ഞതിലത്തെ ഒന്നാമത്തെ കാര്യം, ഇതൊരു സ്വർഗ്ഗരാജ്യമെന്ന് പറയാൻ കാരണം. രണ്ടാമത്, എനിക്കതൊരു സ്വർഗ്ഗരാജ്യമായി തോന്നാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് പഠിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെ ഫോറൻസിക് ഞാൻ കണ്ടെത്തി എന്ന് വെച്ചാൽ, ഞാൻ ചെറിയ പ്രായം തൊട്ട്, അല്ലെങ്കിൽ ഞാൻ +1 +2 ഒക്കെ പഠിക്കുന്ന സമയം തൊട്ടേ എന്താവണം എന്ന് ചോദിച്ചാൽ, ഡോക്ടർ എന്നുള്ളത് ഞാൻ സർജൻ എന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ +2 അവസാനം നമ്മൾക്ക് ഈ കോക്രോച്ചിൻ്റെ ഡിസെക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു വെച്ചു. അപ്പോൾ നന്നായി ചെയ്തു. അപ്പോൾ എക്സ്റ്റേണൽ വന്ന് സാറ് ചോദിച്ചു, എന്താണ് ആഗ്രഹം? ഞാൻ പറഞ്ഞു, എനിക്ക് സർജനാണ്. ഓ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയത് ശീലമായി. പക്ഷേ അത് മാറ്റിമറിച്ച ചോദ്യം എന്ന് പറയുന്നത്,
ഈ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്ര ദിവസം ഡ്യൂട്ടി ഡോക്ടറായിട്ട് ഇടയ്ക്ക് വർക്ക് ചെയ്യുമായിരുന്ന ഹോസ്പിറ്റലിൽ അവിടുത്തെ സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ നിർത്തുകയാണ്, ഞാൻ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ പോകുന്നു, എൻട്രൻസ് പഠിക്കാൻ പോകുന്നു. സാർ ഒരു ഗ്യാസ്ട്രോ സർജനാണ്. സാറ് ചോദിച്ചു, എന്ത് സ്പെഷ്യാലിറ്റിയാണ് താല്പര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു ശീലം, സർജറി. ഉടനെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും വൈകാതെ സാറ് ചോദിച്ചു, എന്നിട്ട് ആ താല്പര്യമൊന്നും കാണുന്നില്ലല്ലോ. അതെനിക്ക് ഭയങ്കര ഒരു ജാള്യതയായിപ്പോയി. പക്ഷേ ആ ചോദ്യം എന്നെ ചിന്തിപ്പിച്ചു. ആ ചോദ്യത്തിൽ ഞാനിങ്ങനെ ആലോചിച്ചു, അതിൽ കുടുങ്ങിക്കിടന്നു. ആദ്യം എനിക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇതെന്താ ഇപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇൻട്രസ്റ്റ് അങ്ങനെയല്ല. പക്ഷെ അതൊരു ഡിഫെൻസീവ് ചിന്തയാണ്, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഇരുന്ന് ചിന്തിച്ചു, ശരിക്കും എനിക്ക് താല്പര്യമുണ്ടോ? പക്ഷെ അല്ലാതെ മാറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും കാലം പറഞ്ഞ ശീലത്തിൽ കുടുങ്ങിപ്പോയി. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമ്മളെന്തോ വിചാരിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നു, കൂട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നു, ഇങ്ങനെയുള്ള ഈ ഒഴുക്കിൽ കുടുങ്ങിപ്പോവും. അപ്പം ഞാൻ എല്ലാം മാച്ചിട്ട് ആദ്യം തൊട്ടൊന്ന് എഴുതാനിരുന്നു. ഒരു പേപ്പറും ഒരു ബുക്കും പേന എടുത്തിട്ട് എഴുതി. അപ്പം ഞാൻ ബാക്കി എല്ലാം മാച്ച് കളഞ്ഞു, ആദ്യം തൊട്ട് തുടങ്ങി. എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്, വേണ്ടാത്ത സ്പെഷ്യാലിറ്റി എഴുതി, അതൊക്കെ ഒഴിവാക്കി. എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്, പഠിക്കുന്ന സമയത്ത് ഇഷ്ടമുണ്ടായിരുന്നത്, നല്ല മാർക്ക് കിട്ടുമായിരുന്നത്, അതൊരു രീതിയിൽ ആപ്റ്റിറ്റ്യൂഡാണ്. എഴുതി വന്നപ്പോൾ അത്ഭുതകരമായ രീതിയിൽ ആദ്യം വന്നത് ഫോറൻസിക് മെഡിസിൻ, പിന്നെ സൈക്യാട്രി, കമ്മ്യൂണിറ്റി മെഡിസിൻ. സർജറി ഏരിയയിൽ പോലും ഇല്ല. അപ്പം ഞാൻ ബാക്കിലേക്ക്, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല, ഫോറൻസിക് മെഡിസിൻ അവിടെ നിന്നു. പക്ഷെ ബാക്കിലേക്ക് ചിന്തിച്ചപ്പോൾ ശരിയാണ്, എനിക്ക് ഫോറൻസിക് മെഡിസിൻ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. വേറെ സബ്ജക്റ്റുകളൊക്കെ പരീക്ഷ സമയത്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ അല്ലാതെ കഥ ബുക്കൊക്കെ വായിക്കുന്ന പോലെ വെറുതെ ഇരുന്ന് വായിക്കും, നല്ലപോലെ ആസ്വദിക്കും. പിന്നെ കേസുകൾ ചെയ്യും, നമുക്ക് കേസുകൾ കാണാൻ പറ്റും പോസ്റ്റിങ്ങുള്ള സമയത്ത്, പോസ്റ്റ്മോർട്ടം കാണാൻ പറ്റും. അപ്പോൾ പലർക്കും അത് വലിയ താല്പര്യമില്ല. അപ്പോൾ MBBS സ്റ്റുഡൻസ് ആണെങ്കിൽ പോലെ പലർക്കും പല ലെവലുകളായിരിക്കും ഓരോന്നിൻ്റെയും ടോളറൻസ്. അപ്പോൾ പലർക്കും അത് താല്പര്യം ഉണ്ടാവില്ല. ചിലർ ബാക്കിലേക്ക് നിൽക്കും, ചിലർക്ക് ഓക്കാനും വരും, ഛർദി വരും. പക്ഷെ ഞാൻ മുന്നിൽ പോയി നിന്നിട്ട് കാണും, മുഴുവനും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണും. പിന്നെ പലർക്കും ഒരു പരിപാടിയുണ്ട്, ഈ ഡീകമ്പോസ്ഡ് ബോഡി, ഡീക്കോ നമ്മൾ ഷോർട്ടായിട്ട് പറയും, അഴുകിയ ബോഡികളൊക്കെ വരുമ്പോൾ ഭയങ്കര മണമായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക്, സ്റ്റുഡൻസിനൊന്നും അത് സഹിക്കാൻ പറ്റില്ല. അവർ ഒന്നുകിൽ മൂക്ക് പൊത്തി നിൽക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അമൃതാഞ്ജൻ, അങ്ങനെ പുൽത്തൈലം, അങ്ങനെ എന്തെങ്കിലും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൊണ്ടുവന്ന് അതും ഉള്ളിൽ മണത്തുകൊണ്ട് അങ്ങനെയൊക്കെ നിൽക്കും. പക്ഷേ സാറന്മാർ അങ്ങനെ എന്തെങ്കിലും മണമായിട്ട് ആൾക്കാരകത്ത് കയറിയാൽ അപ്പം തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. പക്ഷെ ഞാൻ അതൊന്നും ഇല്ലാതെ തന്നെ മുന്നിൽ പോയിന്ന് കാണുകയും ചെയ്യും. പിന്നെ ആദ്യമായിട്ട് എന്നെ കേസ് ചെയ്യിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിൽ ഒരു ബോഡിയിൽ തൊടിയിപ്പിച്ചത് മനു സാറാണ്, എൻ്റെ ടീച്ചറാണ്. അന്ന് സാർ PG ചെയ്യായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ. പിന്നെ ഞാൻ PGക്ക് ജോയിൻ ചെയ്തപ്പോൾ സാർ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഡോക്ടർ മനു ജോൺസ് സാറാണ്. സാറ് ചോദിച്ചു സ്റ്റുഡൻസിനോട് ആർക്കെങ്കിലും ചെയ്യണോ എൻ്റെ കൂടെ. അപ്പോൾ ഉടനെ ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശരണ്യം ചാടി ഞങ്ങൾ പോയി. എന്നിട്ട് കുറച്ച് ഇൻസെഷൻ ഇട്ട് ചെറുതായി തുടങ്ങിയപ്പോൾ പിന്നെ സാറുടെ സ്പീഡിന് നമ്മൾ പറ്റില്ല. അപ്പോൾ സാറ് ഓക്കെ എന്ന് പറഞ്ഞ് ബാക്കി സാറ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതൊക്കെ ബാക്കിലേക്ക് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടി ഫോറൻസിക് തന്നെ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ഈ പ്രോസസ്സാണ്. ഞാൻ അന്ന് അത് മനസ്സിലാക്കി, ഇപ്പോഴും അത് ഞാനത് പാലിക്കുന്നു. സ്റ്റുഡൻസിനോടാണെന്നുണ്ടെങ്കിലും കുട്ടികളോടാണെങ്കിലും എപ്പോഴും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ എല്ലാവരോടും ചോദിക്കും, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം, ഇവർക്ക് താല്പര്യം, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ഡിക്റ്റം, ഇതൊക്കെ ഫോളോ ചെയ്യും. അതിന് മുന്നേ ആസ്ക് യുവർ സെൽഫ്, നിങ്ങളോടൊന്ന് ചോദിക്കുക, നിനക്ക് എന്താ വേണ്ടത്. അതിപ്പോൾ നമ്മൾ പറയാം, ഇത്ര ദിവസം ഞാൻ ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നിനക്ക് ഇപ്പോൾ എന്താ വേണ്ടത്, ഇത് ചോദിക്കണം. ചെറിയ കാര്യം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, അതിലേത് സ്ട്രീം എടുക്കണം, ജോലി, അതിലെങ്ങനത്തെ ജോലി ചെയ്യണം, എവിടെ ജോലി ചെയ്യണം, വിവാഹം, കുട്ടികളുണ്ടാവുക, ഈ സംഭവങ്ങളിലെല്ലാം നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു വെക്കണം, നിനക്ക് എന്ത് വേണം. അങ്ങനെ എന്ത് വേണമെന്ന് ചോദിച്ച് മനസ്സിൽ നിന്ന് വന്ന ആ മറുപടിയിൽ എനിക്ക് വളരെ സംതൃപ്തിയായിരുന്നു. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ടാണ് അത് ഒരു സ്വർഗരാജ്യമായിരുന്നു ഞാൻ പറഞ്ഞത്. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.